കാസർഗോട്ട് വാട്സാപ്പിലൂടെ 21 വയസ്സുകാരിയെ മുത്തലാഖ് ചൊല്ലി ഭർത്താവ്. കല്ലൂരാവി സ്വദേശിയായ യുവതിയെ നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാഖാണ് വാട്സാപ്പ് സന്ദേശത്തിലൂടെ മുത്തലാഖ് ചൊല്ലിയത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന യുവാവ് ഭാര്യയുടെ പിതാവിന് മുത്തലാഖ് സന്ദേശം അയക്കുകയായിരുന്നു. എന്ത് മനോഹരമായ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എളുപ്പമായല്ലോ. കോടതിയിൽ പോകണ്ട, കേസ് വാദിക്കണ്ട, ഡിവോഴ്സ് നോട്ടീസ് അയക്കേണ്ട, യാതൊരു രീതിയിലുള്ള പരിപാടിയും ചെയ്യണ്ട. ഇഷ്ടം തോന്നുമ്പോൾ ഏതെങ്കിലും ഒരുത്തിയെ പിടിച്ച് കല്യാണം കഴിക്കുക, കല്യാണം കഴിച്ചതിന് ശേഷം വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോവുക ജോലിക്കെന്നും പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് വാട്സപ്പ് വഴി ത്വലാഖ് കഴിഞ്ഞു, ബന്ധം അവസാനിച്ചു, പിന്നെ തീർന്നു. അവന്റെ ഭാര്യയുമായിട്ടുള്ള അവന്റെ ബന്ധം അതോടുകൂടിയിട്ട് അവസാനിച്ചു. വേറൊരു കടപ്പാടും ഇല്ല, ബന്ധവും ഇല്ല, ഒരു കടമയും അവനില്ല. എല്ലാ കടമയും അവന്റെ അവസാനിച്ചു. 3 തവണ ഒരു പദം പറയുമ്പോഴേക്കും വാട്സപ്പ് വഴി, നേരിട്ടല്ല, പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി അവൻ മതപരമായ രീതിയിൽ പോലും അല്ല അവൻ ചെയ്യുന്നത്, വാട്സപ്പ് വഴി. നമ്മുടെ നാട്ടില് ഈ സംഭവം നിരോധിച്ചത് എന്ത് നന്നായി. ഇത് നിരോധിച്ചതൊന്നും ആ പൊന്നുമോൻ അറിഞ്ഞിട്ടില്ലെന്നാ തോന്നുന്നത്. അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ അവൻ ഇങ്ങനത്തെ പരിപാടിയൊന്നും കാണിക്കത്തില്ലല്ലോ. ലോകവിവരം തീരെ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഏതായാലും ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട്. പരാതി വന്ന സ്ഥിതിക്ക് അവൻ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടേക്ക് നമ്മുടെ പോലീസുകാർ ബന്ധപ്പെടണം. അവന്റെ ജോലി പോവണം, അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് അവനെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തണം. അവൻ അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം എളുപ്പവഴിക്ക് ചെയ്യാൻ നോക്കിയതല്ലേ. ശരിക്കും ഇവിടെ കുറ്റപ്പെടുത്തേണ്ടത് ആരെയാണെന്ന് അറിയാമോ? ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ തന്നെയാണ്. ഇവിടെ വേറെ കുറെ സംഭവങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. ഞാൻ ആ വാർത്തയുടെ ഡീറ്റെയിൽസ് ഒന്ന് ആദ്യം കേൾപ്പിച്ചു തരാം. അതിനു മുമ്പ് ഇവൻ അയച്ച ആ ഒരു വാട്സപ്പ് സന്ദേശവും കൂടി ഞാൻ കേൾപ്പിക്കാം. ആരോടെ കാനത്തൊന്നും കഴിക്കുന്നില്ല. കാനത്ത് കഴിച്ചെങ്കിൽ അതേപോലെ രീതിയിൽ നിൽക്കണോ, പറഞ്ഞ പോലെ കേട്ടിട്ട് നിൽക്കണോ? ഇങ്ങനെ മാനസിക രോഗാക്കി 3 കൊല്ലം ഞാൻ സഹിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നില്ലേ? അല്ലേ? വേണ്ടെന്നില്ലെങ്കിൽ വേണ്ടെന്നില്ലേ? വേണ്ട, നിങ്ങളോട് തന്നെ പറയുന്നത്, നിങ്ങൾ ഉപ്പാടെ പറയുന്നത് തലാക്ക് 3 തലാക്ക് ഞാൻ ചൊല്ലി, എനിക്ക് നിങ്ങളെ മോള് വേണ്ട. ഓക്കെ, നിങ്ങളെ കാനത്ത് കഴിച്ചോട് ഞാൻ പറഞ്ഞു. ഓക്കെ, അവൻ എത്രത്തോളം അഹങ്കാരത്തോടു കൂടിയിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതോടുകൂടി കഴിഞ്ഞോ അവന്റെ ബന്ധം? സകല ബന്ധവും കഴിഞ്ഞോ? ജീവിതകാലം മുഴുവൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ മതപ്രകാരം വിവാഹം കഴിച്ച ഭാര്യയാണ്. ആ ഭാര്യയുമായിട്ട് അവന്റെ ബന്ധം അവസാനിച്ചു, 3 വാക്ക് പറഞ്ഞതോടു കൂടിയിട്ട്. അവന്റെ അഹങ്കാരം ഇത്രയേ ഉള്ളൂ. സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കൊക്കെ എടുത്തണിയാനുള്ള ഒരു വസ്ത്രം അവന്മാർക്ക് തോന്നുമ്പോൾ ഈ വസ്ത്രം ഊരിക്കളയാം, പിന്നെ അടുത്ത വസ്ത്രം സ്വീകരിക്കാം. അങ്ങനൊരു വിചാരം, അങ്ങനൊരു ചിന്താഗതി ഇതുപോലെയുള്ള പല ആണുങ്ങളുടെ ഉള്ളിലും ഉണ്ട്. ശരിക്കും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു സ്ത്രീക്ക് യാതൊരു രീതിയിലുള്ള അവകാശവുമില്ലേ? ബാക്കിയും കൂടെ കേൾക്കാം. കഴിഞ്ഞ മാസം 21-നാണ് നെല്ലിക്കട്ട സ്വദേശിയായ അബ്ദുൾ റസാഖ് ഭാര്യാപിതാവിന് UAE-യിൽ നിന്ന് വാട്സപ്പ് വഴി മുത്തലാഖ് സന്ദേശം അയച്ചത്. 2022 ഓഗസ്റ്റ് 11-നായിരുന്നു കല്ലൂർ സ്വദേശിയായ യുവതിയുടെയും അബ്ദുൾ റസാഖിന്റെയും റൂമിൽ അടച്ചിടും, ഒരു ഹോസ്പിറ്റലിൽ കഴിയാതായെങ്കിൽ കൊണ്ടുപോയില്ല. വിവരം ഭർത്താവിനെ അറിയിച്ചതോടെ UAE-യിൽ തന്റെ അടുത്തേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. സ്വർണം വിറ്റ് കാശ് അയക്കാൻ നിർദ്ദേശം. സ്വർണം വിറ്റ് 12 ലക്ഷത്തിലധികം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി അബ്ദുൾ റസാഖിന് അയച്ചു കൊടുത്തു. കാശ് കിട്ടിയതോടെ മുത്തലാഖ് സന്ദേശമാണ് എത്തിയത്. പക്ഷെ ഉപ്പാക്ക് അയച്ചു, മോളോട് പറഞ്ഞും ചെയ്ത് ഉപ്പാക്ക് അയച്ചും ചെയ്ത് 3 തലാഖ്. ഓനഥവാ എൻ്റെ മോളെ വേണ്ട ഇതുണ്ടെങ്കിൽ പള്ളി കമ്മിറ്റി ഉണ്ട്, ഓൻ്റെ കാരണവന്മാരും. പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് ആദ്യം തെറ്റ് ചെയ്തത്. പെൺമക്കൾക്ക് 18 വയസ്സാകാൻ നോക്കിയിരിക്കുവാണ് ചില മാതാപിതാക്കൾ. അവരെ ആരുടെയെങ്കിലും മണ്ടയ്ക്ക് കെട്ടിവെച്ചിട്ട് കഴിഞ്ഞു, അതോടുകൂടി അവരുടെ ഇത് കഴിഞ്ഞല്ലോ, അവരുടെ ഭാരം ഒഴിച്ചല്ലോ. 18 വയസ്സാകാൻ നോക്കിയിരിക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചങ്ങ് കല്യാണം കഴിപ്പിക്കും. അവന് കുറച്ച് സ്വർണവും പണവും ഒക്കെ കൊടുക്കും, സ്ത്രീധനമായിട്ട് കുറച്ച് സ്വർണവും പണവും കൊടുക്കും. അതോടുകൂടിയിട്ട് അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇവിടെ തന്നെ ഈ പെൺകുട്ടിക്ക് അവന്റെ വീട്ടിൽ നിന്ന് അവിടെ പോയത് പിന്നെ ആ കൊച്ചിന് സ്വസ്ഥത കിട്ടിയിട്ടില്ല, യാതൊരു രീതിയിലുള്ള സ്വസ്ഥതയും കിട്ടിയിട്ടില്ല. സ്ത്രീധനത്തിന്റെ പേരിലും സ്ത്രീധനം കുറഞ്ഞു എന്നുള്ള പേരിലും നിരന്തരമായിട്ട് ആ കൊച്ചിന് വിഷമങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ വിഷമങ്ങള് ഭർത്താവിനെ വിളിച്ചു പറഞ്ഞപ്പോൾ ഭർത്താവ് ഭയങ്കര തഞ്ചത്തില് ഇങ്ങ് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു. ഭർത്താവ് ആദ്യമൊക്കെ നല്ല സ്നേഹം നടിച്ചു നിന്നു. അവൻ സ്നേഹം നടിച്ച് നിൽക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റാതെ പോയി. അവസാനം ഇവരുടെ സ്വർണം എല്ലാം വിറ്റ് 12 ലക്ഷം രൂപയോളം കൈക്കലാക്കിയതിനു ശേഷം അവന്റെ തനി നിറം അവൻ കാണിച്ചു. അവൻ അത്ര മര്യാദ കെട്ടവനായിട്ടല്ലേ? പൈസ കിട്ടുന്നിടം വരെ അവൻ വളരെ സ്നേഹത്തോടു കൂടി തഞ്ചത്തിൽ നിന്നു. പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന്റെ യഥാർത്ഥ മുഖം അവൻ പുറത്തു കാണിച്ചു. ഇവരെ പോലെയുള്ളവരെ വളർത്തി വലുതാക്കുന്ന വീട്ടുകാർക്കും കൊടുക്കണം ശിക്ഷ. അതാണ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടില് ഈ സംഭവം നിരോധിച്ചില്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതുപോലെ ഈ രീതിയിൽ നീതി കിട്ടാതെ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട, എന്ത് കാരണത്താലാണ് എന്നെ ഉപേക്ഷിച്ചത് എന്ന് പോലും അറിയാതെ
ജീവിച്ചിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾക്ക് നീതി കിട്ടാതെ പോയേനെ. ഇപ്പൊ ഈ സംഭവം നിരോധിക്കുന്നതിന് മുമ്പായിരുന്നെങ്കിലോ എത്ര സംഭവങ്ങൾ ഉണ്ടായേനെ. നമ്മൾ പോലും പലപ്പോഴും അറിയാത്ത എത്ര സംഭവങ്ങൾ ഉണ്ടായിരിക്കും. എത്ര സ്ത്രീകളുടെ ജീവിതം നശിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ കുറെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവരെയൊക്കെ വേറെ പേരിൽ വേണം പറയാൻ വേണ്ടി. ഇതുപോലുള്ള ആണുങ്ങളെ വേറെ പേരെടുത്ത് വേണം വിളിക്കാൻ. ആണെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ആണെന്ന വർഗത്തിൽ പോലും പെടുത്താൻ പറ്റാത്ത ജന്തുക്കളാണ്. ജന്തുക്കൾ എന്ന് വിളിക്കാം, മനുഷ്യന്മാരല്ല ഇവരൊന്നും. ഇവന് അത്രയ്ക്കും വേണ്ടാന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ നിയമപരമായ രീതിയിൽ പോകണം, മുന്നോട്ട് പോകണം. നമ്മുടെ രാജ്യത്തൊരു നിയമം ഉണ്ടല്ലോ, ഒരു വിവാഹ ബന്ധം വേർപ്പെടുത്താൻ കൃത്യമായിട്ടുള്ള നിയമമുണ്ട്. ആ രീതിയിൽ ഇവ മുന്നോട്ട് പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാലേ വാങ്ങിച്ചെടുത്ത പൈസയും സ്വർണവും ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് പറ്റത്തില്ല. പെണ്ണിന്റെ കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ വേണം, പെണ്ണിനെ വേണ്ട. നമ്മുടെ രാജ്യത്തുള്ള നിയമപ്രകാരം ഡിവോഴ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കോടതി വിധിക്കും പെണ്ണിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച സ്ത്രീധന തുക അത് എത്രയാണെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറയും. മക്കൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ചെലവിനും കൂടി കൊടുക്കേണ്ടി വരും. അപ്പം അത് പറ്റത്തില്ല. അതുകൊണ്ട് മതത്തിനകത്ത് തൊലാഖ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെടുത്തങ്ങ് പ്രയോഗിക്കുവാണ്. അത് പ്രയോഗിക്കുന്നതിനും കൃത്യമായിട്ടുള്ളൊരിതുണ്ട്. ഇവർക്ക് കല്യാണം നടത്തി കൊടുത്ത പുരോഹിതന്മാരുണ്ട്. അവരെ അറിയിക്കുക, അവരുടെ നാട്ടിൽ അറിയിക്കുക, കൃത്യമായിട്ട് പേരൻസ് വഴി ചെയ്യേണ്ട കാര്യമാണ്. അതുപോലും അവന് ചെയ്യാൻ വയ്യ. ഇവനെ പോലുള്ളവരെ മതത്തിൽ നിന്ന് തന്നെ പുറത്താക്കണം. മതത്തിന് പോലും അപമാനം ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള ജന്തുക്കളെ മതത്തിൽ നിന്ന് തന്നെ പുറത്താക്കണം. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിക്കേ. സ്ത്രീകൾക്ക് ഇവിടെ യാതൊരു രീതിയിലുള്ള അവകാശവും ഇല്ല. സ്ത്രീകൾക്ക് യാതൊരു രീതിയിലുള്ള ഒന്നും പറയാനില്ല. അവർക്ക് അവരുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ പോലും തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല. ഇവിടെ ആ പെൺകുട്ടിക്ക് അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ ഈ 12 ലക്ഷം വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പേരൻസ് പോലും പരാതി കൊടുത്തേക്കുന്നത്. ഇല്ലെങ്കിൽ പേരൻസും പരാതി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മകൾക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് നീതി? മകൾക്ക് ആദ്യം നീതി കൊടുക്കേണ്ടത് നിങ്ങളായിരുന്നു. മകൾക്ക് ആ നീതി നിങ്ങൾ കൊടുത്തോ? 18 വയസ്സാകുന്നതിന് മുമ്പ് പിടിച്ച് കെട്ടിക്കുന്നതിന് പകരം മകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമായിരുന്നു. സ്ത്രീധനത്തുക ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ടല്ലോ. ആ സ്ത്രീധനത്തുക മതിയായിരുന്നു. 12 ലക്ഷം രൂപ മതിയായിരുന്നു ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ലൊരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്തുവായി? അവസാനം ജീവിതം എന്തുവായി? ഇനി ആ കുട്ടി എങ്ങനെ ജീവിക്കും? ഇപ്പൊ 21 വയസ്സേ ഉള്ളൂ. നിങ്ങൾ ആലോചിക്കണം, 21 വയസ്സേ ഉള്ളൂ. ചെറിയ പ്രായമാണ്. എന്നെക്കാട്ടിൽ ചെറിയ പ്രായമാണ് ആ പെൺകുച്ചിന്. 21 വയസ്സിനിടയിൽ ആ പെൺകുച്ച് നേരിടുന്ന സംഭവമാണ്. ഇപ്പൊ കുറെ എണ്ണം ന്യായീകരിക്കാൻ വരും. അവന് വേണ്ടാന്ന് തോന്നി വേണ്ടാന്ന് വെച്ചു. ഓക്കെ, അവന് വേണ്ടാന്ന് തോന്നി വേണ്ടാന്ന് വെച്ചതാണെങ്കിൽ കൃത്യമായിട്ടുള്ള മാർഗങ്ങളുണ്ട്. ആ രീതിയിൽ പോണമായിരുന്നു. അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത പൈസ ഒരു നയാ പൈസ കൊടുക്കാതെ തിരിച്ചു കൊടുക്കേണ്ടി വരും. മോൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇപ്പൊ അതിനുള്ള നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവനിതൊന്നും അറിഞ്ഞില്ല. അവന്റെ വിചാരം അവൻ വേറൊരു രാജ്യത്തായതുകൊണ്ട് തന്നെ ശിക്ഷയൊന്നും കിട്ടില്ലെന്ന്. നമ്മുടെ കേരളത്തിലെ പോലീസുകാർക്ക് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറ്റും. നമ്മുടെ നാട്ടിൽ അതിന്റെ നിയമങ്ങളുണ്ട്. ഈ രീതിയിൽ 3 വർഷം വരെ അകത്ത് കിടക്കേണ്ട പണിയാണ് അവൻ കാണിച്ചത്. മാത്രമല്ല കയ്യിൽ നിന്ന് നല്ലപോലെ കാശും ചെലവാകും. ഇവൻ വാങ്ങിച്ചെടുത്ത പൈസയും കൊടുക്കേണ്ടി വരും. നഷ്ടപരിഹാരമായിട്ട് പൈസ അങ്ങോട്ട് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അനുഭവിക്കട്ടെ. അവനെ കണ്ടു കഴിഞ്ഞ ഒരു അഴകിയ രാവണനാ. അവൻ വിചാരിച്ചു ഇവളെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് അടുത്ത ആളെ കല്യാണം കഴിക്കാം. അതാണല്ലോ ഇവന്റെയൊക്കെ പരിപാടി.